എനിക്കൊരപ്പനേ ഉള്ളൂ, ബാഹുലേൻ എന്നാണ് പേര്. അച്ഛൻ ക്യാൻസർ വന്നപ്പോൾ മരണപ്പെട്ടു. അതുകൊണ്ട് ഞാൻ തല കുനിക്കാനോ നടു കുനിക്കാനോ ഞാൻ പോകുന്നില്ല. പിന്നെ ഇതൊക്കെ ചെയ്തോട്ടെ, അവർക്ക് സമ്മാനം കിട്ടുമെങ്കിൽ ചെയ്തോട്ടെ. വനം വകുപ്പിൽ നടക്കുന്ന ട്രെയിനിങ് പരിപാടികളിൽ എന്നെ വിമർശിച്ചുകൊണ്ടാണ് ക്ലാസ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഏതെങ്കിലും ഒരു മന്ത്രി വനം വകുപ്പ് മന്ത്രി ചോദ്യം ചെയ്തിട്ടുണ്ടോ? എന്നെ വിമർശിച്ചുകൊണ്ട് മാത്രമാണ് ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നത്. അതുകൊണ്ട് പുതിയ തലമുറ പയ്യന്മാർക്ക് ചെറുപ്പക്കാർ വരണവർക്കൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ്. പല ഒരു മഹാശത്രുവാണ്. ഞാൻ വനം വകുപ്പിനെതിരല്ല. ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയുണ്ട്, പ്രതിപക്ഷമില്ലേ? ഇന്ത്യയിൽ പ്രധാനമന്ത്രിയുണ്ട്, പ്രതിപക്ഷമില്ലേ? അപ്പോൾ അവർ അഭിപ്രായങ്ങൾ പറയുന്നില്ല. അവർക്ക് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ നമ്മുടെ നാട്ടിൽ? അപ്പോൾ ഇവരെ ഈ പറയുന്ന തെറ്റായ കാരണം, ഞാൻ ഈ ആപ്പ് തെറ്റാണെന്ന്, ആപ്പ് മാറ്റണം, ആപ്പ് പൂട്ടണം. എന്നിട്ട് വനം വകുപ്പ് എന്താ പറയുക, KFRRT എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കണം. കേരള ഫോറസ്റ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീം എന്നൊരു സംഘടന ഉണ്ടാക്കി വനം വകുപ്പിൻ്റെ സർക്കാർ ജീവനക്കാരല്ലാത്ത ഒരാളും അത് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇപ്പം പറഞ്ഞ നായും പൂച്ചയൊക്കെ തന്നെയാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു നിയമസഭയിൽ, പെറ്റീഷൻ കമ്മിറ്റിയിൽ, വനം വകുപ്പ് മന്ത്രി ഗണേശ് സാറിൻ്റെ സമയത്ത്. അന്ന് ഈ ആപ്പിൽ ലോക്കൽ ആൾക്കാർ ഭരിക്കാൻ പാടില്ല എന്നൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. എവിടെ പോയാൽ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ നടക്കും. ഇനിയൊരു തമാശ ഉണ്ട്. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് പാമ്പിനെ പിടിക്കുന്ന ആൾ ട്രിവാൻഡ്രത്ത്, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ തന്നെ. അപ്പോൾ ഈ ആപ്പിൽ പേടിച്ച് അവരോടൊക്കെ നിൽക്കുന്നു എന്നുള്ളതാണ്. പുള്ളി കാലൊടിഞ്ഞ് കിടന്നു. ഇപ്പോൾ ഞാൻ കാണാൻ പോയി. അപ്പോൾ ഈ ഓഫീസർ പുള്ളിയെ വിളിച്ച് ചോദിക്കുന്നത്, ഇന്ന ഇതിൽ നിന്ന് ആരെങ്കിലും കാണാൻ വന്നോ? അപ്പം പുള്ളി പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. വാവാ സുരേഷ് ഏട്ടൻ കാണാൻ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചു പറഞ്ഞ ഒറ്റ ചോദ്യം, വാവാ സുരേഷൻ നമ്മൾ പറ്റുന്ന അത്ര നല്ല ഇതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, സാർ എന്നെ അതിലൊന്നും വലിച്ചിടരുത്, ഞാൻ എൻ്റെ ഒരു ചേട്ടനെ പോലെ കാണുന്നു, ഞങ്ങൾ 25 വർഷമായി പരിചയപ്പെട്ടിട്ട്, നിങ്ങൾ തമ്മിലുള്ള കാര്യം നിങ്ങൾ തമ്മിൽ തീർത്തോളണം, എന്നെ അതിൽ വലിച്ചിടരുത്, ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് പുള്ളി ഞാൻ കഴിഞ്ഞു. അതേ കഴിഞ്ഞ ഒരു മാസം മുന്നേ കണ്ണൂരിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണ്, ഞാനിങ്ങനെ ചേട്ടൻ്റെ DP, നമ്മൾ വിളിക്കുന്ന DP ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത്, അത് ഇന്ന ആൾ വിളിച്ചു പറഞ്ഞത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഡിലീറ്റ്. ശത്രുവായിട്ട് തന്നെ കണ്ടേ, ഒരാൾ മാത്രം, വേറെ ആരുമില്ല. പക്ഷേ ഇതിനെ ചോദ്യം ചെയ്യാനായിട്ട് ഇവിടെ വനം വകുപ്പിൽ നല്ലൊരു മന്ത്രി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു മന്ത്രി ഉണ്ടായിട്ടുണ്ട്, നല്ല. ഇതിനു മുന്നേ ജോലി സുരേഷേട്ടനെ അവിടെ ഓഫർ ചെയ്തിരുന്നതായിട്ടൊക്കെ അതിന് അത് നല്ലൊരു ചോദ്യമാണ് കേട്ടോ. നമ്മുടെ ജനങ്ങളൊക്കെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുക. ജോലി പെർമനൻ്റ് ജോബല്ല. അവർ പറഞ്ഞത് താൽക്കാലികമായിട്ട് ഒരു വാച്ചർ ജോലി, ജീവിതകാലം മൊത്തം വാച്ചറായിരിക്കും. അല്ല, അപ്പോൾ ഇവരെന്നെ വാച്ചർ എന്നൊരു വനം വകുപ്പിൻ്റെ വാച്ചർ, എവിടെയെങ്കിലും മറ്റേ ഗേറ്റ് പൊക്കാനോ താക്കാനോ കൊണ്ടിരുത്തും. ചത്ത പന്നിയെ കുഴിച്ചിടാൻ വിളിച്ചുകൊണ്ട് പോകും. ഇതിൻ്റെ ക്ലീനിങ് ആയിരിക്കും ഞാൻ മൊത്തം ചെയ്യേണ്ടത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഞാനൊരു അടിമയായിട്ട് ജീവിക്കേണ്ടി വരും. അടിമയായിട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ആത്മഹത്യ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.